ചെന്നിത്തല നവോദയയിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് മന്ത്രി സജി ചെറിയാൻ, കളക്ടർ, ജില്ലാ പോലീസ് മേധാവി എന്നിവർക്കാണ് നേരിട്ട് റിപ്പോർട്ട് നൽകാൻ മന്ത്രി നിർദ്ദേശം നൽകിയത്. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് സ്കൂളിലെത്തിയ മന്ത്രി അറിയിച്ചു. ചെന്നിത്തല നവോദയ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് മന്ത്രി സജി ചെറിയാൻ, ജില്ലാ കളക്ടർ, ജില്ലാ പോലീസ് മേധാവി എന്നിവർക്ക് നിർദ്ദേശം നൽകി. സ്കൂളിലെത്തിയ മന്ത്രി സജി ചെറിയാൻ പ്രിൻസിപ്പൽ ജോളി ടോമിയുമായി കൂടിക്കാഴ്ച നടത്തി. വിവിധ വിഭാഗങ്ങളെ ഉൾപ്പെടുത്തി വിശദമായ അന്വേഷണം നടത്തുമെന്ന് മന്ത്രി പറഞ്ഞു. ഈ സ്കൂൾ വളരെ നന്നായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളാണ്. കഴിഞ്ഞ 2-3 പരിപാടികളിൽ ഞാൻ ഈ സ്കൂളിൽ വന്നു. മികച്ച അധ്യായനമാണ് ഈ സ്കൂൾ നടക്കുന്നത്. ഒന്നും വേറെ തർക്കത്തിൻ്റെ വിഷയം. പിന്നെ ആദ്യത്തെ ഒരു ഇൻസിഡൻറ്റ്, നേരത്തെ ഇത്തരത്തിലുള്ള പരാതികളൊന്നും നമ്മുടെ ശ്രദ്ധ വന്നിട്ടില്ല. കാരണം കുട്ടികൾക്ക് ഇവിടെ ഏതെങ്കിലും തരത്തിൽ മാനസിക പ്രയാസം ഉണ്ടാകുന്ന തരത്തിൽ റാഗിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായതായിട്ടുള്ള പരാതികൾ നമ്മുടെ ശ്രദ്ധ വന്നിട്ടില്ല. അതിൽ തന്നെ നമ്മൾക്ക് ഇടപെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലും ആക്ടിവിറ്റീസിലും വളരെ നല്ല പുലർത്തുന്നത്. കാരണം കായിക രംഗത്തും കലാരംഗത്തും മികച്ച തരത്തിൽ പ്രവർത്തിക്കുന്ന സ്കൂളാണ്. കൃത്യമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഏജൻസികളും ഇവിടെ വന്നിട്ടുള്ള ആദ്യഘട്ട പരിശോധന നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കളക്ടറോടൊക്കെ സംസാരിച്ചു. എത്രയും വേണം കളക്ടർ, പോലീസ് സൂപ്രണ്ട്, SP അടക്കം സ്ഥലത്തെത്തി കൃത്യമായ പരിശോധന ഉണ്ട്. ആരെങ്കിലും ഇതിൻ്റെ പേരിൽ സൂക്ഷിക്കാനോ മോശപ്പെടുത്താനോ നമ്മൾ ശ്രമിക്കുന്നു. എന്നാൽ എന്തെങ്കിലും അനാസ്ഥയോ മറ്റോ ആരുടെയെങ്കിലും ഭാഗത്തുണ്ടായെങ്കിൽ അത് പരിശോധിക്കും. ഉചിതമായ നടപടി സ്വീകരിക്കും. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷന് ദോഷം വരുന്ന രൂപത്തിൽ ഒരു നിലപാട് നമുക്കിപ്പോൾ സ്വീകരിക്കാൻ പറ്റും. കാരണം വസ്തുതകൾ എന്താ നോക്കട്ടെ. പിന്നെ ഈ ഒരു പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി കുടുംബത്തിലെ കുട്ടിയാണ്. അപ്പോൾ എന്താണ് ആ സംഭവിച്ചത്? ഇപ്പോൾ പോലീസുമായിട്ട് ഇപ്പോൾ ഞാൻ സംസാരിച്ചപ്പോൾ വീട്ടിൽ അത്തരത്തിലുള്ള മറ്റ് കുടുംബ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവർക്ക് കായിക രംഗത്തുള്ള നല്ല മിടുക്കിയായ കുട്ടിയാണ്. നാഷണൽ ലെവലിലൊക്കെ ഇപ്പോൾ അംഗീകാരം കിട്ടിയ ഒരു കുട്ടിയാണ്. ബാസ്കറ്റ്ബോൾ പ്ലെയറാണ്. അപ്പം വളരെ ഹാപ്പിയായി ഇന്നലെ കൂട്ടുകാർക്കെല്ലാം ആവശ്യമായ സഹായങ്ങൾ ചെയ്ത് ഡാൻസ് പ്രോഗ്രാമിന് ആവശ്യമായ ഒരുക്കങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്തു. അതിനുശേഷം അവരുടെ സന്തോഷിച്ചാണ് ഉറങ്ങാൻ പോയത്. അവിടെ വരെയുള്ള കാര്യങ്ങളെല്ലാം അതിൻ്റെ അധ്യാപകരും അല്ലെങ്കിൽ ഹോസ്റ്റൽ കൈകാര്യം ചെയ്യുന്ന വാർഡന്മാരും എല്ലാം അവിടെ വരെയുള്ള കാര്യങ്ങൾ വളരെ ആക്റ്റീവായി നിന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നതാണ് ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൾ പറഞ്ഞത്. എന്തായാലും എന്താണ് സംഭവിച്ചെന്നുള്ളതിൻ്റെ വസ്തുത സൂക്ഷ്മമായി ബന്ധപ്പെട്ട് പോലീസ് പരിശോധിച്ച് ഒരു ശരിയായ നിഗമനത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. അതുവരെ നമ്മളൊരു എല്ലാവരും ആത്മസംയമനം പാലിക്കും. നേരത്തെ എന്തോ ഒരു റാങ്കിൻ്റെ പ്രശ്നം ഇങ്ങനെ പുറത്തൊക്കെ ഒരു വർത്താനം ഉണ്ടായിരുന്നു. പക്ഷേ ഔദ്യോഗികമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലോ നമ്മുടെ മുമ്പിലേക്ക് പരാതി വന്നിട്ടില്ല. കാരണം മലയാള MLA എന്നുള്ള നിലയിൽ, ഇവിടെ നിന്നുള്ള മന്ത്രി എന്നുള്ള നിലയിൽ നമ്മുടെ മുമ്പിൽ ആ പരാതി കൊടുക്കണം, അല്ലെങ്കിൽ പോലീസിന് പരാതി കൊടുക്കണം, അല്ലെങ്കിൽ കളക്ടർക്ക് കൊടുക്കണം. കൃത്യമായ കാര്യങ്ങൾ അവരല്ലേ പരിശോധിക്കണം. പരിശോധിച്ചൊരു ശരിയായ നിഗമനത്തിലേക്ക് എത്താൻ ഇടവരട്ടെ. എന്തായാലും നമുക്കൊരു വലിയ നഷ്ടമാണ് സംഭവിച്ചത്. നമുക്കൊരു പ്രിയപ്പെട്ട മകളെ നഷ്ടപ്പെട്ടു. നമ്മുടെ നല്ലപോലെ പ്രവർത്തിക്കുന്ന ഒരു സ്കൂളിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിന് ഇന്നുവരെ ഇല്ലാത്ത തരത്തിലുള്ള ഒരു പ്രയാസം സംഭവിച്ചിരിക്കുന്നു. എല്ലാവരും കൂടി ചേർന്ന് അതിനെ അതിജീവിക്കാമെന്ന് മാത്രമേ ഉള്ളൂ ഇവിടുത്തെ സാഹചര്യം. ബാക്കി അന്വേഷണവും അതിൻ്റെ ഭാഗമായി വരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കാം. എന്തായാലും കളക്ടറും ബന്ധപ്പെട്ട ഉന്നത പോലീസ് അധികാരികളും ഇവിടെ വരണം, കാര്യങ്ങൾ നേരിട്ട് അന്വേഷണം ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരോട് വന്ന് മറ്റ് സാങ്കേതിക മേഖലയിലുള്ളവരും വന്ന് ഒരു നല്ല അന്വേഷണം നടത്തിയതിനു ശേഷം ശരിയായ തീരുമാനങ്ങൾ. റാഗിംഗ് സംബന്ധിച്ച സൂചനകൾ നിലവിൽ ലഭ്യമായിട്ടില്ല എന്നും മന്ത്രി പറഞ്ഞു. CDNet ന്യൂസ്, മാന്നാർ.